നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകത്തിലെ ടീമുകൾ ഇറങ്ങിക്കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെയൊക്കെ വമ്പൻ ഡീലുകൾക്കുള്ള അടിത്തറയൊക്കെ പാകിക്കഴിഞ്ഞു. ജാവോ ഫെലിക്സിനെ അൽ നസർ സ്വന്തമാക്കുന്നു എന്ന വാർത്ത കൺഫേംഡ് ആണല്ലോ. അതുപോലെ തന്നെ ലൂയിസ് ഡയസിനെ ബയൺ മ്യൂണിക്ക് സ്വന്തമാക്കുന്നു. ഇപ്പോൾ കൂടുതൽ വാർത്തകൾ അൽ നസറുമായി ബന്ധപ്പെട്ട് ആൻ്റണിയെ കൊണ്ടുപോകാൻ നോക്കുന്നു, കുക്രയെ കൊണ്ടുപോകാൻ നോക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില വാർത്തകളൊക്കെ ഉണ്ട്. എല്ലാം കൂടി നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണ് നമ്മുടെ ട്രാൻസ്ഫർ വിവരങ്ങൾ സംക്ഷിപ്ത രൂപത്തിൽ. ചെൽസി ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് സാവി സിമോൺസിൻ്റെ കാര്യമാണ്. RB ലീപ്സിഗും ചെൽസിയും തമ്മിൽ ആ കാര്യത്തിൽ അഡ്വാൻസ്ഡ് ടോക്കിലാണുള്ളത്. നെഗോസിയേഷൻസ് ക്ലബ് ടു ക്ലബ് ലെവലിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അധികം വൈകാതെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. അതോടൊപ്പം തന്നെ അലക്സാണ്ടർ ഐസക്കിൻ്റെ കാര്യം എഡി ഹൗ ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പം നെക്സ്റ്റ് വീക്കിൽ തന്നെ ഇത് തീരുമാനമാകുമോ, അദ്ദേഹം അടുത്ത ആഴ്ചയിലെ ആ ഒരു സ്ക്വാഡിൽ ഉണ്ടാകുമോ, ടൂറിനുള്ള സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇല്ല എന്നാണ് പറഞ്ഞത്. ചുരുക്കത്തിൽ അദ്ദേഹം മൂവ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ്, ലിവർപൂളിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാലിബയുടെ കാര്യമാണ്. സാലിബയിൽ റയൽ മാഡ്രിഡിനൊക്കെ നല്ല താല്പര്യമുണ്ട്. റയൽ ഒരു പക്ഷേ അദ്ദേഹത്തിനായിട്ട് നീക്കങ്ങൾ നടത്തിയേക്കുമെന്നുള്ള വാർത്തകൾ പോലുമുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് പുതിയ ഡീല് സൈൻ ചെയ്യുമോ ചോദിക്കുമ്പം അധികം വൈകാതെ തന്നെ സൈൻ ചെയ്യും. ഹോപ്പ്ഫുള്ളി സൂൺ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നാണ്. ദിസ് ഇയർ വി വിൽ ട്രൈ ടു വിൻ എവറിത്തിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന് നിൽക്കുന്നിടത്ത് ആഴ്സണലിൽ തന്നെ തുടരുക എന്നുള്ളതാണ് ആഗ്രഹം. സോ അവിടെ ഒരു ട്രാൻസ്ഫറിനുള്ള സാധ്യത കുറയുകയാണ് എന്നർത്ഥം. പിന്നെ ലിയോ മെസ്സി ടു കോമോ എന്നുള്ളത് ഇമ്പോസിബിളാണ് എന്ന് പറഞ്ഞ കോമോയുടെ പ്രസിഡൻറ്റ് മിർവാൻ സുവാസോ കൃത്യമായിട്ട് പറയുന്നു ആൽവര മൊറാറ്റ ടു കോമോ അത് ഡൺ ഡീലാണ്, എല്ലാം റെഡിയാണ്. ഇനിയിപ്പം AC മിലാനും ഗാലറ്റസറായും തമ്മിലുള്ള ചർച്ച കൂടി കഴിയേണ്ടതുള്ളൂ. ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, താരത്തെ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ആ കാര്യത്തിൽ അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് വന്നിട്ടുള്ളത് മിലൻ സ്ക്രിനറുടെ കാര്യത്തിലാണ്. ഫെഡർബാഷെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബിഡ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹം പാരീസ് സെന്റ് ജർമ്മനിൽ നിന്ന് അങ്ങോട്ടേക്ക് പൂർണ്ണമായിട്ടും ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൗറിഞ്ഞക്ക് അദ്ദേഹത്തെ വേണം, താരത്തിന് അവിടെ പെർമനൻ്റ് ആവണം എന്ന് തന്നെയുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്ത വന്നിട്ടുള്ളത് ചെൽസിയും അയാക്സും ഇപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്റ്റിലാണ്. അടുത്ത ആഴ്ചയോടുകൂടി ജോറൽ ഹാറ്റോയുടെ ഡീല് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഹാറ്റോ വളരെ ക്ലിയറാണ്, അയാക്സിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹി ഓൺലി വോണ്ട്സ് ചെൽസി. സോ കോൺട്രാക്റ്റ് ഈസ് റെഡി. ഇനി ക്ലബ്ബുകളാണ് ആ കാര്യത്തിലൊരു ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്. ഇനി എല്ലാവരും ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന കാര്യം അൽ നസർ ജാവോ ഫെലിക്സിൻ്റെ കാര്യത്തിൽ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് എപ്പോൾ നടത്തും എന്നുള്ളതാണ്. ഇന്ന് അത് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. താരം അവരുടെ ട്രെയിനിങ് ക്യാമ്പിനോടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം വൈകാതെ തന്നെ മറ്റ് ഫോർമാലിറ്റീസ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വരവ് പ്രഖ്യാപിക്കും. പിന്നെ കേൾക്കുന്ന അൽ നസറുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒന്ന് കുക്കറയുടേതാണ്. കുക്കറയെ സ്വന്തമാക്കാൻ അൽ നസർ ആഗ്രഹിക്കുന്നു, അതിനുള്ള നീക്കങ്ങളിലേക്ക് അവർ കടക്കുന്നു എന്ന് സൗദി അറേബ്യൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ വരും മണിക്കൂറുകളിൽ ചെൽസിയുടെ ഒരു റിയാക്ഷൻ വരും. അതായത് എത്ര പണം വേണം, അദ്ദേഹത്തെ വിൽക്കുകയാണെങ്കിൽ എത്ര പണം വേണം എന്നുള്ളത് പറയും. അതല്ല ഡീല് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ആൻ്റണിയുടെ കാര്യത്തിലും സൗദി അറേബ്യൻ സോഴ്സുകളാണ് റിപ്പോർട്ട് ചെയ്തത്. റിയാദിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവരിപ്പം ഹോർഗെ ഹീസസിൻ്റെ ഒരു അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം ഓക്കെ പറഞ്ഞാൽ ആൻ്റണിക്കായിട്ടുള്ള നീക്കങ്ങൾ ശക്തമാക്കും അൽ നസർ എന്നാണ്. അപ്പോൾ ഇതിലൊക്കെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.